മുന്നോട്ടു പോകുന്ന പീഡന പാരമ്പര്യം. കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾക്ക് എന്തുപറ്റി? രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ കോൺഗ്രസിനെ വീണ്ടും കുരുക്കിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം വന്നിരിക്കുകയാണ്. പാർട്ടി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്നാണ് വനിതാ യുവ നേതാവ്, കോൺഗ്രസിലെ തന്നെയാണ്. ഞാൻ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. KPC പ്രസിഡന്റ്, ആദ്യത്തെ KPC പ്രസിഡന്റ് കൊടുത്തു, അത് കഴിഞ്ഞ് പുതിയ KPC പ്രസിഡന്റ് കൊടുത്തു, തൃശ്ശൂര് മാറി വന്ന 3 DCC പ്രസിഡന്റുമാർക്ക് കൊടുത്തു. ഒക്കെ ഉണ്ടാവും നമ്മളത് എല്ലാം ചെയ്യും എന്ന് പറയല് മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഈ പീഡകൻ ഇപ്പോഴും ശോഭാ സുബിൻ ഇപ്പോഴും ഞെളിഞ്ഞ് നടക്കണത്. ഇപ്പൊ ഇന്നാള് കൂടെ ഞാൻ അവന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇങ്ങനത്തെ പ്രൊഡക്ടിനെ ചുമക്കുന്ന പാർട്ടിനെ വേണം പറയാനായിട്ട്. അവരൊക്കെ ഇപ്പോഴും ഞെളിഞ്ഞ് നടക്കല്ലേ. പക്ഷെ എന്നിട്ടും എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. നിന്നെ പല പാർട്ടിക്കാരും ക്ഷണിച്ചിട്ടും നീ ഇപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു. ഞാൻ അതുകൊണ്ട് തന്നെയല്ല ഞാൻ ഓപ്പണായിട്ട് ഞാൻ എവിടെയും സംസാരിക്കാത്തതും. ഞാൻ എവിടെയെങ്കിലും എന്ന് പറയാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റൂല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കാനാ? പാർട്ടിയോട് നടപടി എടുക്കാന്ന് പറയുമ്പോ നമ്മളതിൽ പ്രതീക്ഷിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ എന്ത് നടക്കാനാ? പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരൊക്കെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കും. നിനക്ക് നീതി കിട്ടണ്ടേ? അതല്ല ഇതിന്റെ ശരി. നീതി കിട്ടുക എന്നുള്ള സംഭവമില്ലേ? 1 വർഷമായിട്ട് ഞാൻ പരാതി കൊടുത്തു നിൽക്കണു. 1 വർഷത്തിൽ മേലെ എനിക്ക് തോന്നുന്നു. 2024 മെയ്യില എന്തോ നമ്മൾ കൊണ്ട് പരാതി തൃശ്ശൂർ ഫസ്റ്റ് കൊടുക്കണം. ഒപ്പം തന്നെ KPCC കൊടുത്തു. എല്ലായിടത്തുനിന്നും അനുകൂലമായിട്ട് ഉണ്ടാവും പറയണു എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവുന്നില്ല ഇതില്. ഇപ്പൊ നമ്മളിപ്പോ നമ്മള് സംസാരിക്കും, നമ്മളെന്ത് സംസാരിക്കും? 1 കൊല്ലമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടന്നിട്ട് നമുക്ക് നീതി കിട്ടിയില്ല എന്ന് നമ്മൾ പറയോ? വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഫേസ് ചെയ്ത സാധനമല്ല. ഒരു പെണ്ണ് അനുഭവിക്കാവുന്നതിന്റെ അങ്ങേറ്റത്ത് ഞാൻ അനുഭവിച്ചില്ലേ. ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകണമെന്നില്ലേ? അതെ അതെ. ഈ നാട് വിട്ട് പോയി വേറെ ദുബായിൽ പോയി കയറ്റി ജോലി ചെയ്ത് അവന്റെ കുടുംബം പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ല. നമുക്ക് എത്രയൊക്കെ പണം ഉണ്ടെന്നിട്ടും കാര്യമില്ല. നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫ് ഉണ്ട്. പൊളിറ്റിക്കലി നമ്മൾ നിന്ന് നമ്മൾ അതിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫ് ഉണ്ട്. അതിപ്പോ ഈ ഗ്രൂപ്പിന്റെ ഒക്കെ പേരിൽ ഓരോരുത്തരുടെ താല്പര്യത്തിന്റെ പേരിൽ ഇങ്ങനെ കളഞ്ഞിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളോട് പറയണം, മാറി നിക്കണം, നീ എനിക്ക് വളരണമെങ്കിൽ നീ പറ്റൂല, അത് മാറി നിക്കണം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ ചിലപ്പോ ഞാൻ മാറി നിൽക്കും. അതിന്റെ പേരിൽ വൃത്തികേടായിട്ടുള്ള രീതിയിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ലോകത്ത് ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തോന്നിവാസാണ് അവൻ ചെയ്തത്. ആളുകൾക്കൊക്കെ കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അവന്റെ കൂടെ, ശോഭയുടെ കൂടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയേണ്ടോടത്ത് മുഴുവൻ പറയും.